മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ കൊണ്ടുവന്ന സംവാദങ്ങളുടെയും ചർച്ചകളുടെയും ഒരു വലിയ ലോകമുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, വിശുദ്ധ ഖുർആൻ്റെ പരിഭാഷകൾ പോലും അന്യമായി കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇതങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ടതല്ല എന്നും ഇതെല്ലാ മനുഷ്യർക്ക് മുമ്പിലും അവരവരുടേതായ ഭാഷകളിൽ അത് അവർക്ക് മുമ്പിൽ വെച്ചു കൊടുക്കണമെന്നൊക്കെയുള്ള ആശയം ഈ അന്നത്തെ KNM ഒക്കെ മുന്നോട്ട് വയ്ക്കുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നൊരു കാര്യമുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് മദ്രസ പാഠപുസ്തകങ്ങളൊക്കെ തൊട്ട് കഴിഞ്ഞാൽ കണ്ണ് പൊട്ടിപ്പോകുമെന്നാണ് ഈ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ, എൻ്റെ സഹപാഠികൾ എന്നോട് പറഞ്ഞു. പലപ്പോഴും നമ്മളത് ചെന്ന് തൊട്ട് കഴിഞ്ഞാൽ അവരിങ്ങനെ കണ്ണ് പൊട്ടിയോ എന്ന് അവരിങ്ങനെ നോക്കും, പൊട്ടിപ്പോയോ എന്ന്. അവരങ്ങനെയാണ് പഠിപ്പിച്ചു വെച്ചത്. അതൊന്ന് ഇത് ആന്തരികമായി തന്നെയുള്ള നമ്മളെ അന്ധത്തെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഗ്രന്ഥങ്ങളാണ്, ആശയങ്ങളാണ്, ദൈവശാസ്ത്ര പദ്ധതികളാണ്, ഫിലോസഫിയാണ് എന്നൊക്കെ അവതരിപ്പിക്കപ്പെടുകയാണ്. ഇപ്പം മിക്കവാറും എല്ലാവരും അത് സ്വീകരിച്ചു കഴിഞ്ഞു എന്നുള്ള മുജാഹിദ് പ്രസ്ഥാനം ISM ഒക്കെ മുന്നോട്ട് വയ്ക്കുന്ന ഒരുപാട് ആശയങ്ങൾ പിന്നീട് പൊതുധാരയിൽ തന്നെ സ്വീകരിക്കപ്പെട്ട് കഴിഞ്ഞു എന്നുകൂടി നമ്മൾ കാണണം. അതുകൊണ്ട് തന്നെ പുതിയ കാലഘട്ടത്തെ കുറച്ചുകൂടി ആഴമേറിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇപ്പോൾ സംഘപരിവാർ കൊണ്ടുവരുന്ന ആശയങ്ങൾ ഇപ്പോഴും ഒരു കുറ്റപരകരമായ ഒരു നിശബ്ദത യൂത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അവരിപ്പോഴും സക്രിയമാണെന്ന് ഞാൻ പറയില്ല. അവർ മിടുക്കരാണ്, ടെക്നോളജി കയ്യിലുള്ള ആളുകളാണ്, വലിയ സ്വപ്നങ്ങൾ ഉള്ള ആളുകളാണ്. എത്രയും പെട്ടെന്ന് കേരളത്തിൽ നിന്ന് രക്ഷപ്പെട്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ പൗരത്വം കിട്ടി രക്ഷപ്പെടാം എന്ന് സ്വപ്നം കാണുന്നവരാണ്. അതാണല്ലോ കൂടുതലായിട്ട് കാണുന്നത്. സ്വപ്നപാതമൊക്കെയാണ്. അതിനൊക്കെയുള്ള സന്നാഹങ്ങൾ വരെ കയ്യിലുണ്ട്. പക്ഷേ ഞാനവരോട് ഇന്ന് ഞാൻ ക്യാമ്പസിൽ സംസാരിച്ചപ്പോൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞത് ആ രാഷ്ട്രീയത്തെ ഞാൻ പിന്തുണയ്ക്കുകയില്ല എന്നുള്ള. കാരണം മഹാത്മാഗാന്ധി പാരീസിലായി സാമാന്യം നല്ല വിജയം, സൗത്ത് ആഫ്രിക്കയിൽ വലിയ വിജയം നേടിയ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം ആ വക്കീലിൻ്റെ കുപ്പായം ഉപേക്ഷിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് വരുന്നതും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പോരാട്ടങ്ങൾക്ക് ഒപ്പം നിൽക്കുകയും ചെയ്യുന്നു. തിരിച്ചു വരികയാണ് ചെയ്തത്. അല്ലാതെ ഇവിടെ വിട്ട് പോവുകയല്ല ചെയ്ത്, തിരിച്ചു വരികയാണ് ചെയ്തത് എന്നുള്ള മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ചൊരാശയമുണ്ട്. മഹാത്മാഗാന്ധി മതത്തെ ഒരു വിമോചനത്തിൻ്റെ ആശയമായിട്ട് എല്ലാ ഘട്ടത്തിലും ഉപയോഗിച്ചായിട്ട് കാണാൻ പറ്റും. മതം അങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ടുന്ന ഒന്നല്ലെന്നും മതം അഗാധമായി മനുഷ്യരെ സ്വാധീനിക്കുന്നതാണെന്നും ആ സ്വാധീനിക്കുമ്പോൾ മതവിശ്വാസികളുടെ വിശ്വാസത്തെ എങ്ങനെയാണ് സമർത്ഥമായി സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഗാന്ധിജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാട്. ഉടനീളം കാണാൻ പറ്റും. ഗാന്ധിജിയുടെ ഹങ്കർ സ്ട്രൈക്ക് എന്ന് പറയുന്നത് ജൈന ദർശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സല്ലേഖനം അല്ലെങ്കിൽ വടക്കിരിക്കൽ എന്ന് പറയുന്ന ഒരാശയത്തെയാണ് അദ്ദേഹം പിന്നീട് ഈ സമര ആശയമായി കൊണ്ടുവരുന്നത്. അതെപ്പോഴും അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്, ഭംഗിയായിട്ട് അദ്ദേഹം ഉപയോഗിച്ചിട്ട്. 1920 മൗലാന ഷൗക്കത്ത് അലിയോടൊപ്പമാണല്ലോ കോഴിക്കോട് കടപ്പുറത്ത് വന്ന് ഖിലാഫത്ത് മൂവ്മെൻറ്റിന് തിരികൊടുക്കുന്നത്. ആ തിരികൊടുത്താനുള്ള സാഹചര്യം എന്തായിരുന്നു? എന്തുകൊണ്ട് അങ്ങനത്തെ ഒരു മൂവ്മെൻറ്റ് കൊണ്ടുവന്നത്? എന്തായിരുന്നു ഖിലാഫത്ത് മൂവ്മെൻറ്റ് എങ്ങനെ കൊണ്ടുവരുന്നത്? തുർക്കി ഖിലാഫത്ത് അട്ടിമറിക്കപ്പെട്ടപ്പോൾ തുർക്കി സുൽത്താനായിരുന്നല്ലോ, മക്കത്തിൻ്റെയൊക്കെ പരിപാലനം അവരുടെ കയ്യിലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും തുർക്കി സുൽത്താൻ അട്ടിമറിക്കപ്പെട്ട സമയത്ത് ബ്രിട്ടീഷ് കോളനി വാഴ്ചയ്ക്കെതിരെ, അവരുടെ അധീശത്വത്തിനെതിരായി ഒരു വലിയ മനോഭാവം ലോകത്തുള്ള മുസൽമാന്മാർക്കിടയിൽ രൂപപ്പെട്ടു വന്നു. അത് രൂപപ്പെട്ടു വന്നപ്പോൾ
അതിനെ എങ്ങനെയാണ് വളരെ സമർത്ഥമായി സ്വാതന്ത്ര്യ സമരത്തിന് അത് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ആലോചനയിൽ നിന്നാണ് മതവിശ്വാസികളായ ആളുകളെ മുഴുവൻ അഡ്രസ്സ് ചെയ്യുന്ന ഒരു സമീപനത്തിലേക്ക് മഹാത്മാഗാന്ധി വരികയും മൗലാന ഷൗക്കത്ത് അലിയോടൊപ്പം കോഴിക്കോട് അദ്ദേഹം കടപ്പുറത്ത് സംസാരിക്കുകയും ആ കടപ്പുറത്ത് അന്ന് കൂടി നിന്ന 25,000-ഓളം ആളുകളിലായിരുന്നു MP നാരായണ മേനോനും വാര്യംകുന്നത്തും അലി മുസ്ലിയാരും അടക്കമുള്ള പാലക്കാംതോടി അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ള വലിയ മനുഷ്യർ. അതിൽ മുസൽമാന്മാരായ ആളുകൾ മുഴുവൻ തന്നെ നമ്മൾ നന്നായിട്ടറിയാം, എല്ലാവരും തന്നെ വലിയ പണ്ഡിതരായിരുന്നു. ആ പാണ്ഡിത്യത്തിൻ്റെ രീതികൾ, പ്രയോഗ രീതികളെ സംബന്ധിച്ചിടത്തോളമൊക്കെ വ്യത്യസ്ത അഭിപ്രായം മുജാഹിദുകൾക്കും സുന്നികൾക്കിടയിലുമൊക്കെ ഉണ്ടാവും. ഞാൻ പക്ഷെ അതിനെ കാണുന്നത് എപ്പോഴും ഞാൻ പറയാറുണ്ട്, വിജ്ഞാനികൾ ചർച്ച ചെയ്യുക എന്താണ്, കരിമ്പിൻ്റെ വേരുകൾ എവിടെയാണ് പടർന്നു കിടക്കുന്നതെന്ന് വിശ്വാസികൾ ചർച്ച ചെയ്യുക. എടശ്ശേരി പറഞ്ഞ പോലെ എനിക്ക് ആ കരിമ്പിൻ്റെ തണ്ടിൻ്റെ മാധുര്യത്തിൽ എനിക്ക് താല്പര്യമുള്ളൂ എന്ന് എടശ്ശേരി പറഞ്ഞതുപോലെ അതിൻ്റെ വിശ്വാസപരമായ കാര്യങ്ങളൊക്കെ എങ്ങനെ വേണമെങ്കിലും ചർച്ച ചെയ്യാം. പക്ഷേ ആ പണ്ഡിതന്മാരായ ആളുകൾ, പ്രവാചകനിൽ അഗാധമായി വിശ്വസിച്ച ആളുകൾ, വിശുദ്ധ ഖുറാനിലും ഹദീസുകളിലൊക്കെയുള്ള ആഴമേറിയ പാണ്ഡിത്യം ഉണ്ടായിരുന്ന ആളുകൾ, അവരാ പാണ്ഡിത്യത്തെ മുഴുവൻ തന്നെ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കാണേണ്ട കാര്യം, ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് യുക്തിവാദ ആശയങ്ങളിൽ മാത്രം രൂപപ്പെട്ടു വന്ന ഒന്നുമല്ല. ഞാൻ അങ്ങനെയൊന്നും ധരിക്കേണ്ട. ഇന്ത്യയിൽ വളരെ സക്രിയമായി മതം ഇടപെട്ടിട്ടുണ്ട്. മതത്തിൻ്റെ വിശ്വാസ സംഹിതകൾ സമർത്ഥമായിട്ട് തന്നെ ഈ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിൽ ഇടപെട്ടിട്ടുണ്ട്. നമുക്ക് ആലോചിച്ചറിയാം, മൗലാന അബ്ദുൽ കലാം ആസാദ് ആരായിരുന്നു? അദ്ദേഹം അഗാധമായി ദൈവശാസ്ത്രത്തിൽ അഗാധമായ പാണ്ഡിത്യമുള്ള ആളായിരുന്നു. ആ പാണ്ഡിത്യവും ആ വിശ്വാസവും പുലർത്തിക്കൊണ്ട് തന്നെ യുക്തിവാദ ആശയങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്ന, സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്ന ജവഹർലാൽ നെഹ്റുവുമായി തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ ഈ വിശ്വാസം ഒരു പ്രശ്നമായിരുന്നില്ല. മൗലാന അബ്ദുൽ കലാം ആസാദിനെ ചേർത്ത് പിടിക്കാൻ യാതൊരു പ്രയാസവും ജവഹർലാൽ നെഹ്റുവും ഉണ്ടായിട്ടില്ല എന്ന് കൂടി കാണണം. മഹാത്മാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഹൈന്ദവ ദർശനങ്ങളിൽ വിശ്വസിച്ചു, അതിൻ്റെ മത ആശയങ്ങളിൽ വിശ്വസിച്ചു, അതിൻ്റെ വിമോചന ആശയങ്ങളിൽ വിശ്വസിച്ചു. അങ്ങനെയെല്ലാം വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥന ആണല്ലോ. പ്രാർത്ഥന വളരെ പ്രധാനമാണ്. പ്രാർത്ഥനാ നിർഭരമായ പോരാട്ടം എന്നാണ് ഞാൻ എപ്പോഴും പറയാം. പ്രാർത്ഥന ഉണ്ടല്ലോ അല്ലേ, പ്രാർത്ഥനാ സദസ്സുകളുണ്ട്. അദ്ദേഹം വെടിയേറ്റ് വീഴുന്നത് പോലും, ഒരു ഹേ റാം എന്ന് ഉച്ചരിക്കുന്നത് പോലും ഒരു പ്രാർത്ഥനയ്ക്കിടയിലാണ് അദ്ദേഹം വെടിയേറ്റ് മരിക്കുന്നത് എന്ന് കൂടിയാണ്. പ്രാർത്ഥന വളരെ പ്രധാനമാണ്. എന്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥിക്കുന്നത് പ്രവർത്തിക്കുവാനുള്ള ഊർജം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്ന്. ആ പ്രാർത്ഥന ഉടനീളം ഈ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ ഉടനീളം ഉണ്ടായി. അല്ലാത്ത ആശയങ്ങളുണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഭഗത് സിംഗിനെ പോലുള്ള ആശയങ്ങളുണ്ട്. ഞാൻ അതിനൊന്നും തള്ളി പറഞ്ഞു, ചെറുതായിട്ട് ഞാൻ കാണുന്നതുമില്ല. എന്നാൽ പലപ്പോഴും യുക്തിവാദികളൊക്കെ പറയുന്ന തരത്തിലല്ല ഈ മത ആശയങ്ങളും മതവിശ്വാസവും അചഞ്ചലമായ വിശ്വാസവും ഒക്കെ പലപ്പോഴും പോരാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോൾ MT വാസുദേവൻ നായരുടെ ഒരു പ്രസ്താവന എനിക്ക് പ്രിയപ്പെട്ട വാസുദേവനാണ്, വലിയ ആദരവാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹീഡ നടത്തിയൊരു പ്രസ്താവനയോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയാതെ പോയതിൻ്റെ കാരണം, ഈ പോരാളികളെ സംബന്ധിച്ചിടത്തോളം ഈ പോരാട്ടത്തിന്, ഈ മണ്ണിലുള്ള പോരാട്ടത്തിന് പ്രതിഫലമായി തീർച്ചയായും അവർക്ക് ദൈവത്തിൻ്റെ അളവറ്റ അനുഗ്രഹങ്ങൾ ലഭ്യമാകുന്നു എന്ന ഒരു വിശ്വാസമാണ് സത്യത്തിൽ പോരാളികളെ ബ്രിട്ടീഷുകാരുടെ തൂക്കിന് മുമ്പിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാൻ. വെടിയുതിർക്കുമ്പോൾ വാര്യംകുന്നത്ത് പറയുന്നൊരു കാര്യമുണ്ട്. വെടിയുതിർന്ന് 2 കാര്യം അദ്ദേഹം ബ്രിട്ടീഷുകാരോട് പറഞ്ഞു. ഒന്ന്, എൻ്റെ കയ്യ് കെട്ടിവെക്കരുത്.
കണ്ണു കെട്ടരുത്, പിറകിൽ നിന്ന് വെടിവെക്കരുത്, എൻ്റെ നെഞ്ചിലേക്ക് വെടിയുതിർത്തുന്നത് എനിക്ക് കാണണമെന്ന് പറയുന്നുണ്ട്. എന്താ കാര്യം? എന്തായിരുന്നു ആ വിശ്വാസം? അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മതവിശ്വാസം തന്നെയാണ്. ഞാൻ പാലക്കാൻതോടി അബൂബക്കർ മുസ്ലിയാരുടെ ഒരു കത്തുകൾ എനിക്ക് കാണാൻ ഇടവന്നു. അദ്ദേഹം തൂക്കിലേറ്റപ്പെടുന്നതിന് ഈ വർഷത്തിന് വലിയ പ്രാധാന്യമുണ്ട്. 1923 പാലക്കാൻതോടി അബൂബക്കർ മുസ്ലിയാർ തൂക്കിലേറ്റപ്പെടുന്നത്. അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരായി പോരാടിയത് മുഴുവൻ തൻ്റെ അചഞ്ചലമായ ഇസ്ലാമിക വിശ്വാസമാണ്, ഇസ്ലാമിലുള്ള വിശ്വാസമാണ്, പ്രവാചകങ്ങളുടെ വിശ്വാസമാണ്, വിശുദ്ധ ഖുർആനിലെ വിശ്വാസമാണ് അദ്ദേഹത്തെ വലിയ പോരാളിയാക്കി മാറ്റുന്നത്. അദ്ദേഹം നിർഭയനായിട്ടാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. മറ്റന്നാൾ തൂക്കിലേറ്റപ്പെടുകയാണ് എന്ന് ഓർമ്മ. ഇത് തന്നെ പറയുന്നത് വേറൊരു മാറ്റമൊന്നും ഉണ്ടായില്ലെങ്കിൽ മറ്റന്നാൾ ഞാൻ തൂക്കിലേറ്റപ്പെടുകയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ കത്ത് എഴുതുക. വളരെ കാലം ഈ കത്ത് കൊടുവള്ളിയിലും പ്രദേശങ്ങളിലും പ്രാന്തപ്രദേശങ്ങളിലുമൊക്കെ വീടുകളിൽ ആളുകൾ എടുത്തു വച്ചിരുന്നു ഈ കത്ത് എന്നുള്ള. ആ കത്ത് കാണാനായിട്ട് എനിക്ക് സാധിച്ചു എൻ്റെ യാത്രക്കിടെ. എനിക്ക് ഞാൻ പറയാം, ഇതൊരു പ്രധാനപ്പെട്ട ആശയമായിരുന്നു എന്ന് ഞാൻ പറയുന്നു. ഇപ്പോൾ സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ അദ്ദേഹം ജിഹാദിന് കൊണ്ടുവരുന്ന, ഇന്നലെ ഞാൻ മലങ്കര ഓർത്തഡോക്സ് സഭ അതിൻ്റെ അധ്യക്ഷൻ മെത്രോപൊലിത്തയുമായിട്ട് കുറേ നേരം സംസാരിക്കാനിട വന്നു. അപ്പം അദ്ദേഹം ഈ ജിഹാദിനെ കുറിച്ച് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, ഈ ജിഹാദിന് അല്ല, അദ്ദേഹം പറയാം കേട്ടോ, പണ്ഡിത്യമുള്ള ആളാണ്. ആ ജിഹാദിനെ എങ്ങനെയായിരുന്നു സൈനുദ്ദീൻ മഖ്ദൂം അതിനെ ഉപയോഗിച്ചതെന്ന് ചോദിച്ചാൽ, അതിനെ പോർച്ചുഗീസുകാർക്കെതിരെയുള്ള പോരാട്ടത്തിന് വേണ്ടിയായിരുന്നു അതിനെ ഉപയോഗിച്ചത്. എന്ന് വെച്ചാൽ എന്താ? അധിനിവേശ ശക്തികൾക്കെതിരെ പിറന്ന നാടിൻ്റെ വിമോചനത്തിന് വേണ്ടി പോരാടുന്നതും ജിഹാദാണ്. അപ്പം ആലോചിച്ച് നോക്കണം. ഇതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരിക്കലും നമുക്ക് മതത്തെയും മതത്തിൻ്റെ ആശയങ്ങളെയും മതവിശ്വാസികളെയും മാറ്റി നിർത്തിക്കൊണ്ട് ഒരു രാഷ്ട്രസങ്കല്പം സാധ്യമേ അല്ല. ഞാൻ വ്യക്തിപരമായിട്ട് അങ്ങനെ ഒരു മതവിശ്വാസിയല്ല, ഒരു ബൗദ്ധപാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾ, ബുദ്ധിസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാൻ പ്രവാചകനെ കുറിച്ച് ആഴത്തിൽ പഠിച്ചിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ അക്ബർ സാഹിബിനൊക്കെ അറിയാം. നന്നായിട്ട് തന്നെ 1.5 മണിക്കൂർ ഞാൻ പ്രവാചകനെ കുറിച്ച് പ്രഭാഷണം നടത്തുന്ന ആളാണ്. അതെന്തുകൊണ്ടാണ്? തീർച്ചയായും ഞാൻ അദ്ദേഹത്തെ കാണുന്നത് അദ്ദേഹവും എൻ്റെ ഒരു വിമോചന നായകനാണ് എന്നുള്ള വിമോചനത്തിൻ്റെ ആശയങ്ങൾ തീർച്ചയായും അദ്ദേഹവും എനിക്ക് പകർന്നു തന്നിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നു. ഈ തരത്തിൽ വിശാലമായിട്ട് കാണണം. നമ്മൾ കാണേണ്ട ഒരു കാര്യം, നിലവിൽ ഇപ്പം എനിക്ക് തോന്നുന്നു നേരത്തെ ജംഷീദ് ഫാറൂഖി പറഞ്ഞൊരു കാര്യമുണ്ട്. 2 ഭാഗത്തുണ്ട് അത്യാവശ്യമൊക്കെ പ്രശ്നങ്ങൾ. ഹിന്ദു വിഭാഗത്തിൽ മാത്രമൊന്നുമല്ല, 2 ഭാഗത്തുമുണ്ട്. കാരണം ഒരു കാവ്യൊക്കെയാണ് കാണുമ്പോഴേക്കും വല്ലാതെ ആവുക, ഒരു ചന്ദനക്കുറിയാണ് കാണുമ്പോഴേക്കും വല്ലാതെ ആവുക, അങ്ങനെയൊന്നുമല്ല. അതിനോട് നമ്മൾ അസൂക്ഷ്മത പുലർത്തിയാൽ എന്താ വെച്ചാൽ അതൊക്കെ സോഫ്റ്റ് ഹിന്ദുത്വമാണ്, അതും എന്താ പറയുക, അതെല്ലാം വർജിക്കപ്പെടേണ്ടതാണ്, അതും ഭയാനകമാണ് എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കാൻ തുടങ്ങിയാൽ എന്താ വെച്ചാൽ അത് ഇസ്ലാം മത വിശ്വാസികൾക്കോട് ഒപ്പം തന്നെ ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ ഹിന്ദു സമൂഹമുണ്ട്. അവരെ അകറ്റാനാണത് കാരണമാക്കുക. മതവിശ്വാസം എന്ന് പറയുന്നത് ഒരു മതവിശ്വാസവും മറ്റൊരു മതവിശ്വാസത്തിനെതിരല്ല. നമ്മൾ ആദ്യം കാണേണ്ട ഒരു കാര്യമുണ്ട്. ഒന്നും തന്നെ എതിരല്ല. മഹാത്മാഗാന്ധി രാമരാജ്യം എന്ന് പറയുന്ന ഒരാശയം മുന്നോട്ട് വെച്ചപ്പോൾ അതൊരു ഹൈന്ദവ രാജ്യമായിരിക്കുമെന്ന് ഒരിക്കലും മൊയ്തു മൗലവി വിശ്വസിച്ചിട്ടില്ല. അദ്ദേഹം മഹാത്മാഗാന്ധിക്ക് ഒപ്പം തന്നെ നിന്നു. രാമരാജ്യത്തെക്കുറിച്ച് മഹാത്മാഗാന്ധിക്ക് ഒപ്പം തന്നെ വിശുദ്ധ ഖുർആൻ കയ്യിലേന്തി ഗാന്ധിത്തൊപ്പി അണിഞ്ഞു നിന്ന ഒരു ദേശീയതയുണ്ട്. ആ ദേശീയത മതത്തെ ചേർത്ത് നിർത്തിയ, അതിൻ്റെ പോരാട്ട ആശയങ്ങളെ ചേർത്ത് നിർത്തിയ, അതിൻ്റെ വിമോചനാശയങ്ങളെ ചേർത്ത് നിർത്തിയ ഒന്നുകൂടി നമ്മൾ അതിൻ്റെ കൂടെ ചേർത്ത് വെക്കണമെന്ന് ഞാൻ പറയും. അതാണ് ഇപ്പം ഇന്ത്യയിൽ ഈ സംഘപരിവാറൊക്കെ കൊണ്ടുവരുന്ന ഒരു ആശയത്തിന് യഥാർത്ഥത്തിൽ ഹൈന്ദവ വിശ്വാസവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് ആദ്യം നമ്മൾ കാണേണ്ടത് വംശീയതയ്ക്കും ഫാസിസത്തിനും മതമില്ല എന്ന് കൂടി കാണണം.
അതൊരു വേറൊരു തരത്തിൽപ്പെട്ടൊരു ആശയം. അതിപ്പോൾ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്, വ്യാപകമായിട്ടുണ്ട്. ആ വ്യാപകമായിട്ട് അത് പ്രചരിപ്പിക്കുന്നത് എന്താ വെച്ചാൽ അത് ഒരു മതവിശ്വാസികൾക്കിടയിലും ഹേട്രഡ്. ഇപ്പോൾ ഏറ്റവും ഉള്ളത് ഈ അപരത്വം കൽപ്പിക്കുക ഹാട്രഡ് ആണല്ലോ, വെറുപ്പിൻ്റെ ഭാഷണമാണല്ലോ. ആ വെറുപ്പിൻ്റെ ഭാഷണം കടന്നു വരും. ഞങ്ങൾക്കൊക്കെ പ്രയാസമുണ്ട്, എനിക്ക് പ്രയാസമില്ലേ? ഞാൻ തുറന്നു തന്നെ പറയാം. ഇന്നത്തെ കാലഘട്ടത്തിൽ പിന്നെ എന്നോട് ഒരു ഇടതുപക്ഷ സഹയാത്രിക, പേര് അങ്ങനെ തന്നെ പറയണല്ലോ, ഞാൻ പേര് അങ്ങനെ തന്നെ പറയണം, ഒരു ഇടതുപക്ഷത്തിൻ്റെ അധ്യാപക സംഘടനയിലുള്ള ഒരു ടീച്ചർ എന്നോട് അളവറ്റ സ്നേഹവും ബഹുമാനവും ഒക്കെ ഉള്ള ടീച്ചറാണ്. വലിയ സ്നേഹമാണ് എന്നോട്. പക്ഷെ അവരെന്നോട് ഒരിക്കൽ പറഞ്ഞൊരു കാര്യം ഞാൻ ഞെട്ടിപ്പോയി. അവരാലോചിച്ച് നോക്കണം. ലെഫ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടിയൊക്കെ വിശാലമായി അല്ലേ കടന്ന് കാണുക. ഞാൻ പറഞ്ഞത് സത്യസന്ധമായിട്ട് ഞാൻ പറയാം. അവരെന്നോട് പറഞ്ഞൊരു കാര്യം, മാഷോടുള്ള ഏറ്റവും വലിയ വിയോജിപ്പ് നിങ്ങൾ ഈ തലയെക്കെട്ടുകാർക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. അത് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുക. കാരണം നിങ്ങളുടെ മുസ്ലിം പക്ഷപാതിത്വമാണ് ഞങ്ങൾക്ക് പ്രശ്നം. അപ്പോൾ അവർ എങ്ങനെയാണ് ചിന്തിക്കുന്ന കാര്യങ്ങൾ നോക്കൂ. ഇതുകൊണ്ട് പലയിടത്തും ഞാൻ അനഭിമതനാണിപ്പോൾ. പല തരത്തിലുള്ള വേദികളിൽ ഞാൻ അഭിമാനത്തിനാണ്. ഞാനൊന്നും പറയുന്നില്ല എൻ്റെ കാരണം. അതിൻ്റെ കാരണം എനിക്കറിയാം. സൂക്ഷ്മമായിട്ട് അന്വേഷിക്കുമ്പോൾ ഞാൻ ന്യൂനപക്ഷങ്ങൾക്കൊപ്പം നിൽക്കുക. അത് ഏറ്റവും കൂടുതൽ പ്രശ്നമായി എനിക്കെതിരെ ഇത് വന്നത് പൗരത്വ ഭേദഗതി വിഷയത്തിൽ നിരന്തരമായി ഞാൻ തെരുവിലായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 200-ലധികം പ്രഭാഷണങ്ങളാണ് ഞാൻ നടത്തിയത്. 200-ലധികം. ആദ്യത്തെ ഏറ്റവും സുപ്രധാനമായ പ്രഭാഷണം നടത്തുന്നതും ഞാൻ തന്നെയാണ്. എല്ലാവരും ഇങ്ങനെ ഭയന്ന് നിൽക്കുന്ന സമയത്താണ് രണ്ടത്താണിയിൽ 2000-ഓളം വരുന്ന ആളുകളുടെ റാലി നടത്തി അവരെന്നെ വരുമോ എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും വരുന്നുണ്ട്. അവിടെയാണ് ഞാൻ 45 മിനിറ്റ് നടത്തുന്നൊരു പ്രധാനപ്പെട്ട പ്രഭാഷണം. പൗരത്വ വിഷയത്തിൽ ആദ്യത്തെ അഭിമാനത്തോടു കൂടി ആദ്യത്തെ പ്രഭാഷണം അതാണ്. അതിന് തൊട്ട് അപ്പോൾ ഈ എങ്ങനെയാണ് ഇതൊക്കെ രൂപപ്പെട്ട് വരുന്നതെന്ന് ഞാൻ പറയുന്നു. ഇതെങ്ങനെയാണ് നമ്മൾ ചെറുക്കേണ്ടത്? അപ്പോൾ ഈ വംശീയ ഫാസിസത്തിന് ഇതൊരു ആഖ്യാനം ഉണ്ടാക്കിയെടുക്കുക. ഇത് വലിയൊരു കുഴപ്പമുള്ളൊരു ആഖ്യാനം. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ക്രിക്കറ്റിനെ കുറിച്ച് പറയുമ്പോൾ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന അപശകുനുള്ളത് കൊണ്ടാണ് തോറ്റുപോയത് പറയാം. ആലോചിച്ച് നോക്ക്, എവിടേക്കാണ് കൊണ്ടുവരുന്ന നോക്കൂ, എവിടേക്കാണ് അതിനെ കണക്ട് ചെയ്തെടുക്കുക എന്ന് വളരെ ശ്രദ്ധിക്കണം. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇനി മാത്രമല്ല, ഇതെങ്ങനെയാണ് ഈ ഹേറ്റഡ് കടന്നു വരുന്നത് എന്ന് വെച്ചാൽ വടകരയിൽ, ഇതൊരു കഥയല്ല കേട്ടോ, വടകരയിൽ നേരിട്ടൊരനുഭവം എനിക്കുണ്ട്. നേരിട്ട് ഒരു അനുഭവം ഞാൻ പറയാം. പൗരത്വ ഭേദഗതി വിഷയത്തിൽ വടകരയിൽ ഞാനൊരു പ്രഭാഷണം നടത്താൻ പോകുമ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്നോട് പറഞ്ഞൊരു കാര്യം. അതേ പറഞ്ഞ് അദ്ദേഹത്തിന് അറിയുന്ന ഒരു മുസ്ലിം കുടുംബം, അവിടുത്തെ യുവതിയുടെ ഭർത്താവ് ഗൾഫിലാണ്, 2 മക്കളുണ്ട്. അപ്പോൾ മൊത്തം ആ വീട്ടിൻ്റെ സംരക്ഷണത്തിനും ഒക്കെ ആയിട്ട് നിൽക്കുന്നത് ഹിന്ദു അരയ സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ്, പ്രായമുള്ള. അപ്പോൾ ഇവർ ചേച്ചിന്ന് വിളിക്കും. ഭർത്താവ് എപ്പോഴൊക്കെ ഗൾഫിൽ നിന്ന് വരുമ്പോഴൊക്കെ ഈ ചേച്ചിക്ക് സമൃദ്ധമായ ആവശ്യമുള്ളതൊക്കെ കൊണ്ടുവരും. അങ്ങനെ നമ്മൾ പറയില്ലേ, ചോര തൊട്ട തരത്തിലുള്ളൊരു ബന്ധം. ഈ പൗരത്വ വിഷയം വന്നപ്പോൾ ഒരു ദിവസം ഈ അരയ സ്ത്രീ ഈ മുസ്ലിം യുവതിയോട് പറയാണ്, അല്ല കുട്ടിയെ, നിങ്ങളൊക്കെ പാകിസ്ഥാനിലേക്ക് പറഞ്ഞു വിടുകയാണെന്ന് കേട്ടല്ലോ, നിങ്ങളൊക്കെ പാകിസ്ഥാനിലേക്ക് പറഞ്ഞു വിടുകയാണെന്ന് കേട്ടല്ലോ. അങ്ങനെ കുട്ടി പോവുകയാണെങ്കിലേ ഈ വീട് വേറെ ആർക്കും കൊടുക്കരുത് കേട്ടോ, അത് ഇക്കെന്നെ തരണം കേട്ടോന്ന്. ആലോചിക്കാം. എവിടേക്കാണ് പോണെന്ന് നോക്കൂ. സാധാരണ നിലയിൽ അക്ബർ സാഹിബ് നമ്മളെന്താ പറയുക, നിങ്ങൾ പോവാണോ? ഞാനില്ല കേട്ടാ. നിങ്ങളില്ലാത്തൊരു മണ്ണിൽ ഈ കുട്ടിയെ ഞാനില്ല. നിങ്ങൾ പാകിസ്ഥാനിലേക്ക് അല്ലെങ്കിൽ എവിടേക്ക് പോവുകയാണെങ്കിലും ഞാൻ നിങ്ങളെ കൂടെ വരും. അതല്ല നമ്മുടെ നാട്ടിൽ അല്ലേ. ഞാനെപ്പോഴും പറയാറുണ്ട്, എനിക്ക് ഇന്ത്യയിൽ എൻ്റെ ന്യൂനപക്ഷ സഹോദരങ്ങളോടൊപ്പം ജീവിക്കാൻ സാഹചര്യമില്ലെങ്കിൽ ഈ മണ്ണിൽ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നതേയില്ല എന്ന് ഞാൻ പല തവണ പ്രഖ്യാപിച്ചിട്ടുള്ള. അതിൻ്റെ ഒരു ഭംഗി അതല്ലേ. പക്ഷെ തിരിച്ചിങ്ങനെ അപ്പം നോക്കൂ, നിങ്ങൾ ഇത്രയേറെ ആ സ്ത്രീയെ സ്നേഹിച്ചിട്ടും
ഏത് തരത്തിലാണ് ഈ വെറുപ്പ് രൂപപ്പെട്ടു വരുന്നത് എന്ന് ഞാൻ ഒരിക്കലും ആ യുവതിയെ ആ സ്ത്രീയെ ഞാൻ കുറ്റം പറയില്ല, ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല. അവരൊരു ആഖ്യാനത്തിൻ്റെ ഇരയാണ്. അതാ ഇപ്പം നിങ്ങൾ ആ യു പിയിലെ ടീച്ചറെ കണ്ടില്ലേ? ആ യു പിയിലെ ടീച്ചറെ വെറുക്കരുത് കേട്ടോ. ആ യു പിയിലെ ടീച്ചറെ വെറുക്കരുത്. കാരണം അവരല്ല, നമ്മൾ സാധാരണ പറയാറില്ലേ, എനിക്കറിയാം, എൻ്റെ ഒരു അധ്യാപക സുഹൃത്തുണ്ട്. അധ്യാപക സുഹൃത്ത് ഉന്മാദം ബാധിച്ചു, വലിയ ഭ്രാന്ത് വന്ന സമയത്ത് തൻ്റെ മകൻ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ആനക്കരയിൽ ഒരു അധ്യാപകൻ സ്വന്തം മകനെ ബലി കൊടുത്താണ്. 80s പ്രധാനപ്പെട്ട വാർത്തയാണത്, 80കളിലെ പ്രധാനപ്പെട്ട വാർത്തയാണ്. മകനെ ബലി കൊടുക്കുന്നു. ആ മകനെ ബലി കൊടുത്ത് പിന്നീട് ഈ ഉന്മാദം ഒക്കെ ഇറങ്ങിയ സമയത്ത് ഈ മാഷ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, സുരേന്ദ്രൻ, എനിക്ക് ഭ്രാന്തായിരുന്നു, ഞാൻ എൻ്റെ കുട്ടീനെ ആടാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഈ ബലി കൊടുക്കുന്നത്, അതിന് ആട്ടിൻ കുട്ടിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ബലി കൊടുക്കുന്നത്. എൻ്റെ ഉന്മാദം മാറിയപ്പോഴാണ് ഞാൻ യഥാർത്ഥത്തിൽ ബലി കൊടുത്തത് എൻ്റെ മകനെയായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഇത് ഈ വംശീയ ഫാസിസം ഒക്കെ ഉള്ളിൽ കയറിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം തീവണ്ടി യാത്രയ്ക്കിടയിൽ ഒരു കക്ഷി, ഒരു ക്രിസ്തീയ സഹോദരൻ എൻ്റെ എതിർ സീറ്റിലിരിക്കുന്ന, ഇങ്ങനെ ശിരവസ്ത്രം ഇങ്ങനെ മറച്ചിട്ടുള്ള ഒരു മുസ്ലിം പെൺകുട്ടിയുടെ വസ്ത്രം കണ്ടപ്പോൾ ഇയാൾ വളരെ ക്ഷുഭിതനായി എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, അങ്ങ് ഉടൻ തന്നെ ഒരു മനോരോഗ വിദഗ്ധനെ കാണണം. കാരണം നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു മനോരോഗം നിങ്ങളെ ബാധിച്ചു. ആ വേഷം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അത് ആ വേഷം കാണുമ്പോൾ നിങ്ങൾ ഇറിറ്റേറ്റഡ് ആവുന്നു എന്നതിനർത്ഥം നിങ്ങൾക്ക് ഒരു ചെറിയ മനോരോഗം ബാധിച്ചിട്ടുണ്ട്. അത് മാറ്റാം. ആരാ മാറ്റാൻ പറ്റില്ല എന്ന്? തീർച്ചയായിട്ടും മാറ്റാൻ പറ്റും. എനിക്കറിയാം, ഒരു സൈക്കോളജിസ്റ്റ് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോഷണം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി, അവൾ മോഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഉമ്മ വന്നിട്ട് നിലവിളിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, പേടിക്കണ്ട, അത് അവളുടെ ഉള്ളിൽ വന്ന ഒരു വ്യതിയാനമാണ്, നിങ്ങൾ ഒരിക്കലും പേടിക്കണ്ട. അപ്പോൾ പറഞ്ഞു, ഈ കുട്ടി വളർന്നു നിന്നാൽ എന്താവും മാഷേന്ന്. നമ്മൾ നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കണ്ടാൽ മതി. പിന്നീട് ആ ചികിത്സ കഴിഞ്ഞിട്ട് ആ മരുന്നൊന്നും കൊടുക്കുന്നില്ല, എല്ലാ കൗൺസിലിംഗ് കഴിഞ്ഞ് ഇവിടെ ആ ഒരു മനോഭാവം മാറിക്കഴിഞ്ഞപ്പോൾ ആ ഉമ്മ വന്ന് എന്നോട് പറഞ്ഞ്, ഇങ്ങനൊരു സാധ്യതയുണ്ട് തീർച്ചയായിട്ടും. ഇത് എർണാപെട്രി ഈ ജൂത കുട്ടികളെ കൊന്നതിൻ്റെ പേരിൽ എർണാപെട്രി ഒരു വലിയ വിചാരണയ്ക്ക് വിധേയമായി. അവിടെ അത് നമ്മൾ കാണേണ്ട ഒരു കാര്യം, എങ്ങനെയാണ് ഫാസിസ്റ്റ് വംശീയ ആശയങ്ങൾ നമ്മളെ മനുഷ്യൻ പോലും അല്ലാതെയാക്കുന്നത് എന്നതിൻ്റെ വലിയ ഉദാഹരണം. മനുഷ്യൻ പോലും അല്ലാതെയാക്കുന്നത്. കുറ്റവിചാരണ വേളയിൽ എണ്ണയുടെ ഭർത്താവ് പെട്രിയും ഒരുപാട് പേരെ കൊന്നു. അവരോട് ചോദിക്കുന്നുണ്ട്, എണ്ണയോട്, നിങ്ങളൊരു അമ്മയല്ലേ, അമ്മയായ നിങ്ങൾ എന്തിനാണ് ഈ ജൂത കുട്ടികളെ കൊന്നത്? നിങ്ങളൊരു അമ്മയല്ലേ എന്ന ചോദ്യത്തിന് എർണാപെട്രി കുറ്റബോധത്തോടു കൂടി പറയുന്ന മറുപടി, ഈ ജൂത വിരുദ്ധ പ്രത്യയശാസ്ത്രം എന്നിലേക്ക് പ്രവേശിച്ചപ്പോൾ എൻ്റെ മാതൃഭാവം പോലും ഇല്ലാതെയായി. ഇന്ന് അതോർത്തെനിക്ക് ഇപ്പോൾ കുറ്റബോധമുണ്ട് എന്ന് എർണാപെട്രി പറയാം. ഇതൊരു നരേഷനാണ്. ഇത് വല്ലാതെ മാറ്റിയെടുക്കും. ഈ നരേഷൻ എന്ന് പറഞ്ഞാൽ വളരെ കപടമായിട്ടുള്ളൊരു നരേഷനാണ്. ഈ നരേഷൻ പതിയെ പതിയെ ആഴത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് പതിയെ ഈ നരേഷൻ ഇങ്ങനെ കടന്നു വരുന്നുണ്ട്, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ. ഇപ്പം യുക്തിവാദ ആശയങ്ങളുടെ ഒപ്പം നിൽക്കുന്ന എനിക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട്. വേദനയോടുകൂടി പറയട്ടെ, അവരോടൊക്കെ സ്വകാര്യമായി സംസാരിക്കുമ്പോൾ കടുത്ത മുസ്ലിം വിരുദ്ധതയുണ്ട് അവർക്ക്. അതെങ്ങനെയാണ് രൂപപ്പെട്ടു വരുന്നത്? അപ്പം നമ്മൾ പുറമേക്കുള്ള പ്രതികരണ രീതികളും സ്റ്റേജിൽ വെച്ചുള്ള പ്രതികരണ രീതിയും ഒന്നും നോക്കരുത്. ആളുകളുടെ ഈ മനോഭാവത്തിൽ വരുന്ന ഈ വംശീയ പ്രത്യയശാസ്ത്രം എങ്ങനെയാണ് അവർ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് എന്നറിയണമെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റുകളും ഫേസ്ബുക്കിലെ കമൻറ്റുകളും നോക്കിയാൽ നമ്മൾ പുറമേക്ക് സെക്യുലർ എന്നൊക്കെ തോന്നുന്ന, ന്യൂനപക്ഷങ്ങളോട് സ്നേഹമുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നുന്ന ആളുകളുടെ പോലും സൂക്ഷ്മമായി ഇങ്ങനെ എടുത്തു നോക്കിയാൽ മതി. അടുത്ത് നോക്കിയാൽ അറിയാം
എങ്ങനെയാണ് ഇത് പടർന്നുകൊണ്ടിരിക്കുന്നത്, ഈ വിഷം എങ്ങനെയാണ് ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുന്നത്, ആ വിഷം എങ്ങനെയാണ് നമ്മളെ നാട്ടിൽ എങ്ങനെയാണ് പെട്രിമാരെയും സൃഷ്ടിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു. ഇതിനെങ്ങനെയാണ് ചെറുക്കേണ്ടത്? യഥാർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ ഒരു രാജ്യം ഇസ്ലാമിക രാജ്യമായി കഴിഞ്ഞാൽ രക്ഷപ്പെടും, അല്ലെങ്കിൽ ഹൈന്ദവ രാജ്യമായി കഴിഞ്ഞാൽ സമ്പൂർണ്ണമായി രക്ഷപ്പെടും എന്ന് പറയുന്നത് നമ്മളെ നാട്ടിൽ ഞാൻ എപ്പോഴും പറയാറുള്ളത്, അതിന് ഞാൻ എതിർത്തുകൊണ്ട് കളിയാക്കി ഞാൻ പറയാറുള്ളത്, തവളെ തിന്നാൽ കാസരോഗം മാറുമെന്നും പാമ്പിൻ്റെ നെയ്യ് കഴിച്ചാൽ കുഷ്ഠരോഗം മാറുമെന്നും പറയുന്നത് പോലുള്ള ഒരു അന്ധവിശ്വാസം മാത്രമാണ്. അങ്ങനെ സാധിക്കില്ല. ബഹുസ്വര സമൂഹത്തിൽ അതിൻ്റെ വൈവിധ്യങ്ങൾ, മതം അതിൻ്റെ ഭംഗിയിൽ നിൽക്കുന്ന എപ്പോഴാണ് അതിനൊരു ഭംഗി ഉണ്ടാകുന്നത്? ഞാൻ ധാരാളം സുഹൃത്തുക്കളോടൊപ്പം പള്ളികളിലൊക്കെ പല ഘട്ടങ്ങളിലും പള്ളികളിലൊക്കെ പോകുമ്പോൾ ഞാൻ ഒമാനിലൊരിക്കലൊരു പള്ളിയിൽ പോയപ്പോൾ എന്നോട് വന്ന് അവിടെ ഒരു ഒമാനി ഇങ്ങനെ വന്നിട്ട് സംസാരിച്ചപ്പോൾ എൻ്റെ ദ്വിഭാഷ എനിക്ക് പരിചയപ്പെടുത്തി തന്ന്, നിങ്ങളെ സുഹൃത്തുക്കൾ ഈ പള്ളിയിൽ നിസ്കരിക്കാൻ കയറുമ്പോൾ നിങ്ങൾ ഈ ഈത്തപ്പന മരത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ വെറുതെ നിൽക്കാൻ പാടില്ല. പിന്നെ നിങ്ങളിവിടെ നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ ഈ രാജ്യത്തേക്ക് വന്ന വിശിഷ്ടനായ അതിഥിയാണ്, ഞങ്ങൾ പള്ളിക്കുള്ളിൽ കസേര ഇട്ടിട്ടുണ്ട്, അത് നിങ്ങളെപ്പോലുള്ളവർക്ക് ഇരിക്കാനാണ്. എന്നിട്ട് ഇരുന്ന് ഈ നിസ്കാരം ഒക്കെ കഴിഞ്ഞ് അവരോടൊപ്പം ഈത്തപ്പഴം കാവയൊക്കെ കഴിച്ചിട്ടേ നിങ്ങൾ പോകാൻ പാടുള്ളൂ. എത്ര ലളിതമായാണ് ഇതിനെ നിർവചിക്കുന്നത് എന്ന അങ്ങനെ മതി. അത്ര ലളിതമായി നിർവചിക്കേണ്ട കാര്യമാണ്. ഇത്ര സങ്കീർണമായിട്ടൊന്നുമില്ല, യാതൊരു വിഷയവുമില്ല. എൻ്റെ വീട്ടിൽ അപൂർവമായൊക്കെ ചില വെള്ളിയാഴ്ചകളിലൊക്കെ പള്ളിയിലേക്ക് പോകാൻ പറ്റാതെ നിസ്കരിക്കേണ്ട സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുന്ന അവർക്ക് വേണ്ടി നിസ്കരിക്കാൻ വേണ്ടി ഞാനൊരു മുസല എൻ്റെ വീട്ടിൽ വാങ്ങി വെച്ചിട്ടുണ്ട്. എൻ്റെ ഷെൽഫിൽ അറിയോ, തുർക്കിയിൽ നിന്ന് കൊണ്ടുവന്ന ഭംഗിയുള്ളതാണ്, അത് അവർക്ക് കൊടുക്കാനുള്ള. അപ്പോൾ അത് എൻ്റെ വീട്ടിൽ വെച്ച് അത് അവരുടെ നമസ്കാരത്തിൽ ഏർപ്പെടുമ്പോൾ എനിക്കൊരു പ്രശ്നമില്ല, ഞങ്ങളുടെ കുടുംബത്തിനും പ്രശ്നമില്ല, അവർക്കും ഒരു പ്രശ്നമില്ല. അത്രയേ ഉള്ളൂ. ഞാൻ എപ്പോഴും എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് ഒരു വീട്ടിൽ തന്നെ വിവിധങ്ങളായ മതവിശ്വാസികൾ ഒറ്റ വീട്ടിൽ പാർക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ വിശ്വാസം, എൻ്റെ ആഗ്രഹം. ഒരു ഉപ്പയുടെയും ഉമ്മയുടെയും ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മക്കൾ എല്ലാവരും ഒരു മതത്തിൽ തന്നെ ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. വളരെ വ്യത്യസ്തമായ മത ആശയങ്ങൾ ഇതൊന്നും നമ്മെ ഒരു തരത്തിലും ബാധിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ അങ്ങനെയല്ല. അങ്ങനെ മാറുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മത ആശയങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധമില്ല. ഇതൊരു വംശീയ പ്രത്യയശാസ്ത്രമായി ഇതിനെ സംപ്രക്ഷേപണം ചെയ്യുന്നു, ഒരു ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രമായി ഇതിനെ സംപ്രക്ഷേപണം ചെയ്യുന്നു. ഇതിന് മതത്തിൻ്റെ വിശുദ്ധിയായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പ്രവാചകൻ്റെ കാര്യം തന്നെ എടുക്കുക. ലോകത്തിൻ്റെ പ്രവാചകനാണ് വിശുദ്ധ ഖുർആൻ. ലോകത്തിലെ ജനതയുടെ ജ്ഞാനസാഗരത്തിൻ്റെ ഭാഗമല്ലേ, വിജ്ഞാന ശാഖയുടെ ഭാഗമല്ലേ, എല്ലാവരുടേതുമല്ലേ, മനുഷ്യരെ എന്നല്ല അഭിസംബോധന ചെയ്ത്. ഇങ്ങനെയുള്ള ഒരു വലിയ കാഴ്ചപ്പാടിലേക്ക് മാറി വരണം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവിടെ നമ്മൾ പറഞ്ഞത്, ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ കോവിഡ് കാലഘട്ടത്തിൽ ഞാൻ പാലക്കാൻതോടി അബൂബക്കർ മുസ്ലിയാരുടെ പോരാട്ട ഭൂമി തൊട്ട് തൃശ്ശൂർ വരെ, അത് കഴിഞ്ഞ് അൻഡമാൻ വരെ ഒരു യാത്ര ചെയ്യാം. ഈ യാത്ര ചെയ്യുന്നത് 21 പോരാട്ടത്തിൻ്റെ ചരിത്രം ഭൂമിയിലൂടെ പിൽക്കാല തലമുറയെ ഐഡൻറ്റിഫൈ ചെയ്യാൻ. ഇതാരായത്? ഈ കെട്ടുകഥകൾ പോലും നമ്മൾ കേട്ടത് കഥയാണോ സത്യമാണോ എന്നൊക്കെ അന്വേഷിക്കാൻ. ഇവിടെ ഞാൻ പലസ്തീൻ വിഷയത്തിൽ സംസാരിച്ചപ്പോൾ അവിടെ കുട്ടികളൊക്കെ അല്ലേ, ആ കുട്ടികൾ പോലും, ആ കുഞ്ഞുങ്ങൾ പോലും ആ പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിന് വേണ്ടി നിൽക്കുകയാണ്. അപ്പം ഞാനൊരു അനുഭവം പുറത്ത്, ഞാൻ ജന്മം കൊണ്ട് ഞാൻ പൂക്കോട്ടൂരിൻകാരനാണ്. പൂക്കോട്ടൂരിൻ്റെ യുദ്ധഭൂമിയുടെ അതിർത്തിയായ പാപ്പനിപ്പാറയിൽ 16 പേരെ വെടിവെച്ച് കൊന്ന, ബ്രിട്ടീഷുകാർ വെടിവെച്ച് കൊന്ന ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഈ പൂക്കോട്ടൂരിലുണ്ടായൊരു സംഭവം, ഒരു ഉമ്മ 2 ആൺകുട്ടികളെ യുദ്ധഭൂമിയിലേക്ക് പറഞ്ഞു വിടുക, പൂക്കോട്ടൂർ യുദ്ധഭൂമിയിലേക്ക്. ആ യുദ്ധഭൂമിയിലേക്ക് പറഞ്ഞു വിടുമ്പോൾ അതിലൊരു കുട്ടി അവിടെ രക്തസാക്ഷിയായി, വെടിയേറ്റ് വീണു. മറ്റേ കുട്ടി ചെറിയ പരിക്കേറ്റ് വന്നു. ആ പരിക്കേറ്റ് വന്ന് അയാൾ പിന്നീട് വളരെ വർഷങ്ങളോളം ജീവിച്ചിട്ടുണ്ടെന്നും എൻ്റെ അമ്മാമയൊക്കെ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ആ പരിക്കുമായി പിന്നീട് അനേക വർഷങ്ങൾ അദ്ദേഹം
ഈ പൂക്കോട്ടൂരിലെ പ്രാന്തപ്രദേശത്ത് അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. ഈ കുട്ടിയായിരിക്കുന്നവൻ വീട്ടിലേക്ക് വന്ന ഉടനെ ഉമ്മയോട് പറയുന്നത്, ഇക്കാക്കയെ പോലെ എനിക്ക് ഷഹീദാവാൻ പറ്റിയില്ലല്ലോ ഉമ്മ എന്ന് ആലോചിക്കൂ. ഒരു നൂറ്റാണ്ട് മുമ്പ് ആ കുട്ടി, ഒരു നൂറ്റാണ്ട് മുമ്പ് ആ പൂക്കോട്ടൂരിലെ അതേ കുട്ടി എവിടെ പുനർജനിക്കുന്നു? പലസ്തീനിൽ പുനർജനിക്കുകയാണ്. ഇത് വിശ്വാസമാണ്. ആ കുഞ്ഞിനെ അങ്ങനെ മാറ്റിയെടുത്താലും ആദ്യം ചോദിച്ചാൽ വിശ്വാസമാണ്. ഇപ്പം ഞാൻ തന്നെ ഏറ്റവും കൂടുതൽ കണ്ടുള്ള ഏറ്റവും ആഴമേറിയ സ്നേഹ സൗഹാർദ്ദങ്ങൾ മലബാറിൽ, പ്രത്യേകിച്ചും ഏറനാട്, വെള്ളുവനാട് ജില്ലകളിലൊക്കെ, പ്രദേശങ്ങളിലൊക്കെ, താലൂക്കുകളിലൊക്കെ ഏറ്റവും ആഴമേറിയ സ്നേഹ സൗഹാർദ്ദം ഒരു പരിക്കുമില്ലാതെ നിലനിൽക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് 1921 മലബാർ സ്വാതന്ത്ര്യ സമരം നടന്ന പ്രദേശങ്ങളിലാണ് ഇപ്പോഴും. അതെന്തുകൊണ്ട്? അപ്പോൾ വെറുപ്പിൻ്റെ വലിയൊരു സംഭവം വന്നു. ഞാൻ ആ പുസ്തകം എഴുതാനുള്ളൊരു കാരണം, ആറന്മുളയിൽ നിന്ന് സംഘപരിവാറുകാരെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അങ്ങേപ്പോലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പഠിക്കണം മാഷേ. എന്താ പഠിക്കേണ്ടത്? പൂക്കോട്ടൂരിൽ 100 കണക്കിന് മനുഷ്യരെയാണ് ഇസ്ലാം മത വിശ്വാസികൾ നിർബന്ധിച്ച് ഹിന്ദുക്കളെ മതം മാറ്റിയത്. അപ്പം ഞാൻ അയാളോട് പറഞ്ഞത്, എടോ ഞാൻ വട്ടംകുളത്തിപ്പോൾ താമസിക്കുന്നു എന്നേ ഉള്ളൂ, ഞാൻ പൂക്കോട്ടൂരുകാരനാണ്, ഞാൻ മതം മാറിയ ഒരാളെയും കണ്ടിട്ടില്ല. പിൽക്കാലത്തൊക്കെ ചിലപ്പോൾ മറ്റു പല കാരണങ്ങളാൽ ഉണ്ടാവും എന്നല്ലാതെ നിങ്ങൾ ഈ പറയുന്ന ഒരു മതം മാറ്റം ഞാൻ കണ്ടിട്ടില്ല, അനുഭവിച്ചിട്ട് എനിക്ക് അറിയില്ല. ഞാൻ ആ ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. എൻ്റെ തറവാട്ട് വീട്ടിൽ പൂജയും കാവും കളരിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു നെൽക്കൂറി വെച്ചപ്പോൾ നെല്ല് വിതരണം ചെയ്യാനായിട്ട് പ്രാർത്ഥനയ്ക്ക് ആരെ കൊണ്ടുവരണം എന്ന് അമ്മാമ്മ ആലോചിച്ചപ്പോൾ അമ്മാമ്മ ഒരു തങ്ങളെയാണ് കൊണ്ടുവന്ന് ഈ തറവാട്ടിൻ്റെ മുറ്റത്ത് വെച്ച് പ്രാർത്ഥന നിർവഹിക്കാൻ കൊണ്ടുവരുന്നത്. എൻ്റെ വീട്ടിലൊക്കെ കോഴികൾക്ക് ദീനം വന്നാൽ, ആടുകൾക്ക് ദീനം വന്നാൽ, പശുക്കൾക്ക് ദീനം വന്നാൽ 2 നാണയമാണ് വല്യമ്മ ഒഴിഞ്ഞു വയ്ക്കുക. ഒന്ന് ഓമാനൂർ ശൂതാക്കളുടെ നേർച്ചപ്പെട്ടിയിൽ കൊണ്ടിടാനും, മറ്റൊന്ന് കാക്കരകാളി ഭഗവതിയുടെ നേർച്ചപ്പെട്ടിയിൽ കൊണ്ടിടാനും. ഇവിടെ ഒന്നും ഒരു മാറ്റം വന്നിട്ടില്ല. പക്ഷെ ഇപ്പോൾ മാറ്റം വന്നു. ഇപ്പോൾ വലിയ മാറ്റം വന്നു. 21 കുറിച്ചുള്ള 1921 പോരാളികൾ വരച്ച ദേശഭൂപടങ്ങൾ എന്ന് പറയുന്ന പുസ്തകം എഴുതിയപ്പോൾ പപ്പനി പറയുന്നത്, എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ, ഒരു നേതൃത്വം എടുത്ത മുജാഹിദ് പ്രസ്ഥാനത്തിനകത്തൊക്കെയുള്ള ആളുകൾ ആയിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളാണ് ആദ്യം അതിനൊരു ഇനീഷ്യലായിട്ട് ഡിസ്കഷൻ കൊണ്ടുവന്നു. പറഞ്ഞു, നിങ്ങൾ ഈ നാട്ടുകാരനാണെന്നുള്ളത് ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അതിനെ അഭിമാനിക്കണ്ടേ, അതുകൊണ്ട് ഞങ്ങളൊരു ഗ്രാമത്തിൽ ഈ പുസ്തകമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടൊരു വലിയ പ്രോഗ്രാം നടത്താനും അങ്ങേക്ക് ഒരു സ്വീകരണം നടത്താനും ഒക്കെ ആഗ്രഹമാക്കി. ഞാൻ പൊതുവെ സ്വീകരണത്തിന് നിന്ന് കൊടുത്തിട്ടില്ല. സാഹിത്യ അക്കാദമി അവാർഡ് 2 തവണ കിട്ടിയപ്പോഴും എൻ്റെ സ്കൂളിൽ സ്വീകരണത്തിന് നിന്ന് കൊടുക്കാത്ത ആളാണ് ഞാൻ. പക്ഷെ എൻ്റെ ഗ്രാമവാസികൾ പറഞ്ഞപ്പോൾ ഞാനിവിടെ പോയി. ഏതാണ്ട് 3000-ഓളം ആളുകൾ പങ്കെടുത്ത വലിയ പരിപാടിയായിരുന്നു. ആ പരിപാടിയിൽ ഞാൻ ജാതിമതം പറയാൻ പാടില്ല, പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല, വേദന കൊണ്ടാണ് പറയുന്നത്. ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട എൻ്റെ കുടുംബത്തിൽ നിന്ന് 10 പേര് കൃത്യം ഇല്ല അവിടെ. അതിൻ്റെ കാരണം ഞാൻ പിന്നീട് അന്വേഷിക്കാൻ പറഞ്ഞപ്പോൾ അത് അന്വേഷിച്ചിട്ട് ഒരാളെന്നോട് പറഞ്ഞു, മാഷോട് പറയുമ്പോൾ വേദനയുണ്ട്, നിങ്ങളുടെ തറവാട്ടിൽ പോയപ്പോൾ ഒരു പെൺകുട്ടി പറഞ്ഞത്, എന്തിനാണ് അമ്മാമ്മയുടെ പരിപാടിക്ക് ഞങ്ങൾ വരുന്നത്, അദ്ദേഹം മാപ്പിളമാർക്കൊപ്പല്ലേക്ക് നിൽക്കുന്നത്. അത് പറയുന്ന തറവാടല്ല, ഏലായി അരുവി എന്ന് പറയുന്ന മനുഷ്യൻ കാവലിൽ നിന്ന വീടാണ്. ആങ്ങളമാരൊക്കെ ശബരിമലയ്ക്ക് പോകുമ്പോൾ ആ പരിക്കല്ലിൽ ഒരു നായ തൊടാതെ ഈ ആങ്ങളമാർ മടങ്ങി വരുന്നത് വരെ ഈ പെങ്ങന്മാർക്ക് തുണയായി ഏലായി അരുവി എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ കാവലിൽ നിന്ന വീടിനാണ് മാറ്റം സംഭവിക്കുന്നത്. അത് സൂക്ഷിച്ചു, നിങ്ങൾ അടിത്തട്ടിൽ കൂടെ ഇങ്ങനെ വരികയാണ്. സൂക്ഷിച്ചു, നല്ലോണം സൂക്ഷിച്ചു, അടിത്തട്ടിൽ കൂടെ വരിക. അത് വരുമ്പോൾ അത് വല്ലാതെ പരിക്കേൽപ്പിക്കും. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല, അപകടകരമായ സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ടെന്ന് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നില്ല. കാരണം ഇപ്പോഴും ഞാൻ ക്യാമ്പസിലെ കുട്ടികളോട് പറയുന്നത്, 1,00,000 വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ട്വിറ്ററിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ നിന്ന് ഇറങ്ങി വരണം തെരുവിലേക്ക്. അങ്ങനെ ഇറങ്ങി വന്നാൽ വലിയ മാറ്റം സംഭവിക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കർഷക സമരം. അതല്ലെങ്കിൽ ഇത് പ്രശ്നം ഞാൻ കൂടുതൽ നിരൂപിക്കും. അപ്പൊ ഇങ്ങനൊരു അന്വേഷണം നടക്കും. ഞാൻ 1-2 കാര്യങ്ങൾ മാത്രം പറയാം. എൻ്റെ പുസ്തകത്തിന്റെ രചനയായിട്ട് ബന്ധപ്പെട്ട് അത് നിങ്ങൾക്ക് കൂടി ഇനി വലിയ ഇൻഫർമേഷൻ. ഇപ്പോ
മുസ്ലിം സമുദായത്തിൽ നിന്ന് കുറേയധികം പുസ്തകങ്ങൾ 1921 മലബാർ സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കുറേയേറെ പുസ്തകങ്ങളുണ്ട്. നല്ല റിസർച്ച് മെറ്റീരിയൽ ഉണ്ട്. പക്ഷെ അതിനോടൊക്കെ ഞാൻ വിയോജിച്ചൊരു കാര്യം, എല്ലാം തന്നെ മാപ്പിള പോരാളികളെ മാത്രം വെച്ചുകൊണ്ട് ഉള്ള പുസ്തകങ്ങൾ രചിക്കപ്പെട്ടു. ഞാൻ ഒറ്റ കാര്യം പറയട്ടെ, സുൽത്താൻ വാര്യംകുന്നൻ എന്ന് പറയുന്ന പ്രയോഗത്തെ ഞാൻ തട്ടിക്കളഞ്ഞാണ് ഞാൻ. അത് വാര്യംകുന്നത്തിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കാനിട്ടല്ല. ആ വലിയ പോരാളികളെ, എനിക്ക് തോന്നുന്നു സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്, ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ലോകത്തിൽ തന്നെ നടന്നിട്ടുള്ള ഏറ്റവും വലിയ പോരാളികളിൽ ഒരാൾ തന്നെയായിരുന്നു വാര്യംകുന്നത്ത്. അദ്ദേഹത്തിനെതിരെ ആരോപിക്കപ്പെട്ട വർഗീയത അല്ലെങ്കിൽ അതെല്ലാം തന്നെ അതിന് യാതൊരു അടിസ്ഥാനവും. പക്ഷെ ഞാൻ വിയോജിക്കാനുള്ളൊരു കാരണം, വാര്യംകുന്നത്ത് മാത്രമല്ല സുൽത്താൻ, മാപ്പിള ഔട്ട്റേജസ് ആക്ട് പ്രകാരം 14 കൊല്ലം ജയിലിൽ കിടന്ന MP നാരായണ മേനോനും സുൽത്താൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ജീവിതം കൂടി ഇതിന്റെ സമാന്തരമായി കടന്നുപോയി. കൊണ്ടേ ഞാനിവിടെ ഇരിക്കുന്ന എല്ലാവരോടും ചോദിക്കട്ടെ, വാര്യംകുന്നത്തിന്റെ സൈന്യത്തിന്റെ മുഖ്യമായ ചുമതല വഹിച്ചൊരു മനുഷ്യനുണ്ടായിരുന്നു. മുഖ്യമായ ചുമതല വഹിച്ചാണ്. അദ്ദേഹത്തിന്റെ പേരറിയോ? അക്ബർ സാഹിബ് അദ്ദേഹത്തിന്റെ പേര് അറിയിച്ചില്ല. ആരാണ്? അത് വളരാട്ട്, പണ്ടിക്കാട് വളരാട്ട് പണ്ടിയാട്ട് തെക്കേക്കളം തറവാട്ടിലെ നാരായണ നമ്പീശനായിരുന്നു. നാരായണ നമ്പീശനാണ് ആയിരുന്നു ഈ സൈന്യത്തിന്റെ ഒരു ചുമതല. ആ വീട് ഞാൻ കണ്ടു ഈ യാത്രക്കിടയിൽ, ഈ പുസ്തകം എഴുതാനായിട്ട്. ആ വീട്ടിലേക്ക് ഞാൻ പോയപ്പോ ആ വീട്ടിന്റെ ഇപ്പൊ ഉടമസ്ഥരായിട്ടുള്ള അവരെന്നോട് പറഞ്ഞത്, അവർ മച്ചൊക്കെ അങ്ങനെ തന്നെ സംരക്ഷിക്കും, വിവാദത്തിൽപ്പെട്ട ആളുകളാണ് ആ തറവാട് എടുത്ത്. അപ്പൊ അവര് പറഞ്ഞത്, ഈ മച്ചൊക്കെ ഞങ്ങൾ നോക്കുന്നുണ്ട്, പക്ഷേ ഈ മച്ചിനോട് ചേർന്ന മുറിയിലായിരുന്നു 21 പ്രധാനപ്പെട്ട ആയുധപുര ഉണ്ടായിരുന്നത്. ഈ വീട്ടിൽ വെച്ചാണ് കാപ്പാട്ട് കൃഷ്ണനായരും വാര്യംകുന്നത്തും പിന്നെ നാരായണ നമ്പീശനും ഉണ്ണി നമ്പീശനും കൂടി ചേർന്ന് ഈ സായുധ പോരാട്ടത്തിന്റെ തീരുമാനമെടുക്കുന്നു. അത് ചരിത്രത്തിലുണ്ടോ? ഉണ്ടോ? ഒരു കുതിരയുടെ പുറത്ത് മൃതശരീരം കെട്ടിവലിച്ചു കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുപോയി മോഴിക്കുന്നത്ത് ബ്രഹ്മദത്ത നമ്പൂതിരിപ്പാടിനെ. അത് ചോക്കൂ, അമ്മ അങ്ങനെ നിലവിളിക്കുക എൻ്റെ കുട്ടിയെ കൊണ്ടുപോലെ എന്ന്. ആ വീട്ടിലൊക്കെ പോയി, ആ വീട്ടിലെ രാഷ്ട്രീയം മാറി, പക്ഷെ ആ ജനവാതിൽ ഇപ്പോഴും ഉണ്ട്. അമ്മ പിടിച്ച് ഇങ്ങനെ നിലവിളിച്ച ആ ജനവാതിൽ മുറ്റത്തുനിന്ന് പിടിച്ചിറക്കി കൊണ്ടുപോവുക. അത് കഴിഞ്ഞ് 2 വർഷം അതിക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി അദ്ദേഹം മടങ്ങി വരുമ്പോൾ ആ മൂടിക്കുന്നത്ത് ബ്രഹ്മദത്ത നമ്പൂതിരിപ്പാട് യോഗക്ഷേമ സഭയുടെ ഒരു മാസികയിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, 21 അളവറ്റ വേദനകളാണ് മാപ്പിള സമൂഹം ഏറ്റുവാങ്ങിയത്, ഒന്നും തന്നെ പഠിക്കപ്പെട്ടിട്ടില്ല. ഇങ്ങനെ ഉണ്ടായിരുന്നു പോരാളികൾ. ഞാൻ ഈ പുസ്തകം എഴുതിയതിനാ. ഈ പുസ്തകത്തിൽ ഞാൻ വളരെ ശ്രദ്ധിച്ചത് ഈ പറയുന്ന 21 ഈ പോരാട്ടത്തിൽ ചേർന്ന് നിന്ന ഈ മനുഷ്യരെ കുറിച്ചാണ്. ഹിന്ദു എന്ന് മുസ്ലിം എന്ന വ്യത്യാസമില്ലാതെ ഇങ്ങനെ ചേർന്ന് നിന്ന മനുഷ്യരെ കുറിച്ചാണ് എല്ലാം ഞാൻ രേഖപ്പെടുത്തി. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വേദനയോടുകൂടി യാത്ര ചെയ്ത അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ യാത്രകളെ കുറിച്ച് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തുമ്പോൾ ആ അധ്യായം മുഴുവൻ ഞാൻ കരഞ്ഞിട്ടാണ് എഴുതിയത്. അഗ്നിക്കിരയാക്കപ്പെട്ട ഗ്രാമങ്ങളിലൂടെ അതിൻ്റെയൊക്കെ പുനർനിർമ്മിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തുന്നൊരു വലിയൊരു യാത്രയുണ്ട്. ഇതൊക്കെ രേഖപ്പെടുത്തി വെക്കേണ്ടത്. ആ രേഖപ്പെടുത്തണം. ആ പുസ്തകത്തിൻ്റെ കുറച്ച് കോപ്പി ആ പബ്ലിഷേഴ്സ് ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ഞാൻ പ്രഭാഷണം നടത്തുന്ന പോണ സ്ഥലത്തൊക്കെ അവർ കൊണ്ടുപോകും. കാരണം ഞാൻ ആ പുസ്തകം പ്രൊമോട്ട് ചെയ്യാനൊരു കാരണമുണ്ട്. ഞാൻ ഒരുപാട് പുസ്തകം എഴുതിയ ആളാണ്. കേരളത്തിലെ വലിയ പ്രസാധകരെൻ്റെ പുസ്തകം ചെയ്യുന്നു. പക്ഷേ ഈ പുസ്തകത്തോട് പ്രത്യേക ഇഷ്ടം എനിക്ക് തോന്നാനുള്ളൊരു കാരണം, ഏത് സഹനങ്ങളിലൂടെയാണ് നമ്മൾ മതേതരമായി ചേർന്ന് നിന്ന് ഒരു വലിയ പോരാട്ടം നടത്തിയത് എന്ന് രേഖപ്പെടുത്താൻ അടുത്ത തലമുറ ആ വീടുകളിൽ അത് എടുത്തു വയ്ക്കണം, വായിക്കണം. ഇപ്പം ഞാൻ പറഞ്ഞപ്പോഴല്ലേ അക്ബർ അല്ലേ, അതേപോലെ വലിയൊരു പണ്ഡിതനൊരു പുതിയ അറിവായിരിക്കും. വളരാട്ട് ഉണ്ണി നമ്പീശനും നാരായണ നമ്പീശനും ഈ സൈന്യത്തിൻ്റെ ചുമതല വഹിച്ചിരുന്നു എന്നുള്ളത്. അപ്പം ഇതൊക്കെയാണ് കാര്യം. അപ്പം ഇതൊന്നും നമ്മുടെ ചരിത്രം പഠിക്കുക. ചരിത്രം ഏറ്റവും കൂടുതൽ വികലമാക്കപ്പെടുന്ന അതാണ്. ഞാൻ പറഞ്ഞല്ലോ, 100 കണക്കിന് ആളുകളെ മതം മാറ്റി എന്ന കള്ളക്കഥ എന്നോട് പറയുമ്പോൾ
ഞാൻ അതിനെ ചെറുക്കുന്നത് ഈ ഗ്രാമാന്തരം യാത്ര ചെയ്തിട്ട് 21 ഒരു പുതിയ ജീവിതം ഒന്ന് രേഖപ്പെടുത്താനാണ്. എൻ്റെ പുസ്തകത്തിലെ ഉടനീളത്തെ ഏറ്റവും കൂടുതൽ അതുകൊണ്ട് തന്നെയാണ് RSS എനിക്ക് ഒരു വലിയ കോംപ്ലിമെൻ്റ് തന്നത്. ഈ പുസ്തകം എഴുതിയൊക്കെ ഏറ്റവും വലിയ കോംപ്ലിമെൻ്റ് തന്നത് ഒരു സംഘപരിവാറുകാരൻ. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾ ഞങ്ങളെ പ്രതിരോധത്തിലാക്കി കളഞ്ഞു, അല്ലാതെ പ്രതിരോധത്തിലാക്കി, എന്നാലും ഗംഭീരമായി എഴുതി മാഷേ നിങ്ങളെന്ന്. അവർ പ്രതിരോധമാക്കാൻ കാരണം ഈ ഒരു കാര്യം. അതാ നേരത്തെ ജംഷീർ പറഞ്ഞൊരു കാര്യത്തിലേക്ക് ഞാൻ വീണ്ടും വരുന്ന അവിടെയാണ്. ഇത് ഈ പരസ്പരമുള്ള ഈ ഹേറ്റഡ് എല്ലായിടത്തും ഉണ്ട്. ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമം നടത്തുമ്പോൾ നമ്മൾ ഈ മതത്തെ ചേർത്ത് വെച്ചുകൊണ്ട്, അതിൻ്റെ ഫിലോസഫി ചേർത്തുകൊണ്ട്, അതിന് ദൈവശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്നുള്ള. അപ്പോൾ വെറുപ്പിന് ഇപ്പോൾ കുട്ടികളോട് ഞങ്ങൾ ഇന്ന് പറഞ്ഞേ ഉള്ളൂ. ഇപ്പോൾ അക്ബർ സാഹിബ് പറഞ്ഞു, ഈ വെറുപ്പിൻ്റെ ആശയക്കാർ ധാരാളമായിട്ട് റാപ്പ് ഉണ്ടാക്കും. ഇന്നിപ്പോൾ കൊണ്ടോട്ടി EMA കോളേജ് ചെന്നപ്പോൾ എല്ലാവരും പറഞ്ഞതാണ്, വെറുപ്പ് പ്രചരിപ്പിക്കാൻ വേണ്ടി ധാരാളം റാപ്പ് മ്യൂസിക് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഇങ്ങനെ കേട്ടിരുന്നാൽ മതിയോ? അതിന് പകരം ഉണ്ടാക്കണ്ടേ? ആ വെറുപ്പിന് പകരമായി നമ്മൾ ഇതാണ്. ഞാൻ എങ്ങനെയാണോ വെറുപ്പിന് പകരമായി ഞാൻ പ്രഭാഷണം നടത്തുന്നത്, 21 മലബാർ സ്വാതന്ത്ര്യ സമരത്തിന് എതിരെ വലിയ വെറുപ്പ് ഉൽപ്പാദിക്കപ്പെട്ടപ്പോൾ തീർച്ചയായിട്ടും ഞാനിങ്ങനെ പുസ്തകം എഴുതുന്നു. എനിക്ക് അഭിമാനമുണ്ട്. സംഘപരിവാറുകാരുടെ ഒരു ക്യാമ്പയിൻ അവസാനിപ്പിക്കാൻ എൻ്റെ പുസ്തകം കാരണമായി എന്നുള്ളതാണ്. എന്തുകൊണ്ടായി? അതിൽ ഈ പറയുന്ന ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട വലിയൊരു പോരാളികളുടെ ജീവിതം കൂടി 14 കൊല്ലം ജയിലിൽ കിടന്ന ഈ മനുഷ്യനില്ലേ, മാപ്പിള മേനോൻ എന്നൊക്കെ വിശേഷിപ്പിക്കട്ടെ, MP നാരായണ മേനോൻ ഇല്ലേ, കട്ലശ്ശേരി മൗലവിയോടൊപ്പം ചേർന്ന് നിന്ന കട്ലശ്ശേരി മൗലവിയുടെ മകൾ ഫാത്തിമ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പോലും നമ്മൾ അറിയില്ല. അത്രമേൽ നമ്മൾ വല്ലാത്തൊരു തരം മറവി ബാധിച്ച കാലഘട്ടത്തിലും നിരന്തരമായിട്ട് നമ്മൾ പോരാടിക്കൊണ്ടിരിക്കണം. മിലാൻ കുന്ദേരയുടെ ഒരാശയം എടുത്തുകൊണ്ട് സർഗാത്മകമായി പറഞ്ഞാൽ, മറവി ബാധിച്ച ജനതയുടെ ശിരസ്സിന് മുകളിലൂടെ ഓർമ്മകളിങ്ങനെ കോരി ഒഴിച്ചുകൊണ്ടേയിരിക്കണം. ആ കോരി ഒഴിച്ചുകൊണ്ടേയിരിക്കുന്ന ദൗത്യം നമുക്ക് നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ ഇത്തരം വേദികളിൽ ഞാൻ നിറഞ്ഞു നിൽക്കുന്നത്, നിരന്തരമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്, ബസ്സിലും ട്രെയിനിലും കയറി ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്, ഈ രാജ്യത്തെക്കുറിച്ച് എനിക്കൊരു വലിയ സ്വപ്നമുണ്ട്. പക്ഷേ ഒറ്റ പ്രതീക്ഷ മാത്രം വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിക്കുന്നു. എനിക്ക് പ്രതീക്ഷയുണ്ട്, ഇപ്പോഴും എനിക്ക് പ്രതീക്ഷയുണ്ട്. കാരണം ഗാന്ധിജിയുടെയും മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെയും നെഹ്റുവിൻ്റെയും മൊയ്തു മൗലവിയുടെയും ഒക്കെ സ്വപ്നങ്ങൾ അങ്ങനെ സമ്പൂർണ്ണമായിട്ട് അങ്ങ് ഇല്ലാതെയാവും, അതെല്ലാം അവസാനിച്ചു പോകും എന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ ഈ വംശീയ ഫാസിസത്തിൻ്റെ ഈ ട്രെയിനിങ് ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്, ശരിയാണ്. അത് ബാധിച്ച ഇന്ത്യ ഒരു ഗുഹയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുക. നമ്മൾ കൊങ്കലിലൂടെയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഗുഹയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അത് നിതാന്തമായി എക്കാലത്തും അങ്ങനെ സഞ്ചരിക്കുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഈ ഗുഹാമുഖങ്ങളെല്ലാം കടന്ന് ജനാധിപത്യത്തിൻ്റെ വലിയ വെളിച്ചത്തിലേക്ക്, പ്രശാന്തതയിലേക്ക്, വിശ്രാന്തിയിലേക്ക് തീർച്ചയായിട്ടും ഈ രാജ്യം പ്രവേശിക്കുക തന്നെ ചെയ്യുമെന്ന ഉറച്ച വിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ തരത്തിലുള്ള സംവാദ സദസ്സുകളൊക്കെ തന്നെ ആ വെളിച്ചത്തിലേക്ക് വളരെ പെട്ടെന്ന് ഈ ട്രെയിനെ എത്തിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മാനവിക സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.